അപ്പോൾ നമുക്കിന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നമ്മുടെ പച്ചയ്ക്ക മെഴുക്കുവരട്ടി. ഇത് അറിയാവുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്, നിങ്ങളുടെയൊക്കെ വീടുകളിൽ വേറെ വേറെ രീതികളിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ആ രീതിയിലും കൂടി എനിക്ക് ചെയ്തു നോക്കാം. പിന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ അമ്പിളി ഉണ്ട്. അപ്പോ നമ്മുടെ സബ്സ്ക്രൈബറാണ് അമ്പിളി. അമ്പിളിയുടെ മോള് ദിയക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അത് മറന്നുപോയിട്ടോ, സോറി. അപ്പൊ ദിയക്കുട്ടി ഹായ്. പിന്നെ ദിയക്കുട്ടി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ ഒന്നും അറിയില്ല, എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. മോളുടെ പേര് മാത്രം അമ്പിളി കമന്റിൽ മെൻഷൻ ചെയ്തിരുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില്, അതായത് ഇന്നലത്തെ വീഡിയോയില് 1-2 കമന്റ്സ് വന്നിരുന്നു. ഇരുമ്പിന്റെ ചട്ടിയിൽ പുളി ചേർത്ത് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കെമിക്കൽ റിയാക്ഷൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു. ഞാനൊരു തെറ്റായ മെസ്സേജ് നിങ്ങളിലേക്ക് കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങള് രസവും അച്ചാറും എല്ലാം ഉണ്ടാക്കാറുണ്ട് ഇരുമ്പിന്റെ ചട്ടിയിൽ. ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ചെയ്തത്. സാധാരണ ഞാൻ മൺചട്ടിയിലാണ് കൂടുതലും കറികൾ ഉണ്ടാക്കുക. അപ്പോൾ ഇരുമ്പിന്റെ ചട്ടിയിൽ ഞങ്ങളിവിടെ രസവും അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും അത് ഉടനെ തന്നെ നമ്മൾ വേറെ പാത്രങ്ങളിലേക്ക് മാറ്റും. അതിൽ തന്നെ വയ്ക്കാറില്ല. അപ്പോൾ ഇനി നിങ്ങൾ എന്തായാലും ഭാഗ്യം പരീക്ഷിക്കാൻ നിൽക്കണ്ട. ആരും ഇരുമ്പിന്റെ ചട്ടിയിൽ പുളിയുള്ള കറികൾ ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ ആവുമ്പോൾ നല്ല കാര്യമാണ്. ആ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നത്, ആദ്യം കമന്റ് വന്നത് ബിന്ദു ഷൈൻ്റെ ആയിരുന്നു. അതുപോലെ തന്നെ ജിനു ജോസഫും കമന്റ് ചെയ്തിരുന്നു. അപ്പൊ രണ്ടുപേർക്കും ഒരുപാട് താങ്ക്സ് ഇട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞു തരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് തരാം, അറിയാത്ത കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ പച്ചയ്ക്ക മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചയ്ക്ക മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 പച്ചയ്ക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കടുക്, മുളക് പൊടി, ഉള്ളി. അപ്പോൾ ഞാനിതിൽ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ച മുളക് ഉപയോഗിക്കാം. ആദ്യം നമുക്ക് പച്ചയ്ക്ക കട്ട് ചെയ്തെടുക്കാം. പച്ചയ്ക്ക കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തിക്നെസ് ഇല്ലാതെ ചെറിയ തിന്നായിട്ടുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അധികം തിക്കായിട്ടുണ്ടെങ്കിൽ പച്ചയ്ക്ക കുക്കാവാൻ സമയം കൂടുതലെടുക്കും. അതുകൊണ്ടാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ പച്ചക്കയുടെ തൊലി മുഴുവനായിട്ട് കളയും. ഞങ്ങളുടെ ഇവിടെയൊക്കെ പച്ചക്കയുടെ തൊലി മുഴുവൻ മാറ്റില്ല. കുറച്ച് ഈ തിക്നെസ് ഉള്ള പോർഷൻ ഉണ്ടല്ലോ, ഇത് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പച്ചക്ക കഴുകി എടുക്കട്ടെ. പച്ചക്ക കഴുകിയിട്ടാണ് ഈ തൊലി, ഈ തിക്നെസ് ഉള്ള പോർഷൻ മാറ്റുന്നത്. അതിനുശേഷം നമ്മൾ ഇത് കണ്ടോ, ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്കാണ് നമ്മൾ പച്ചക്ക മുറിച്ചിടുക. ഇല്ലെങ്കിൽ പച്ചക്കയുടെ കളർ മാറും. പച്ചക്കയ്ക്ക് ഒരു കറയുണ്ട്, ആ കറ പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലേക്ക് മുറിച്ചിടുന്നത്. അതിനുശേഷം വീണ്ടും 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പച്ചക്ക ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ പച്ചക്ക കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ തുമ്പുണ്ടല്ലോ, ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അറിയുന്ന ആളുകൾ ഈ പോർഷൻ അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ. തുമ്പ് നമ്മൾ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു തിക്നെസ് ഉള്ള പോർഷൻ ഇതും കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇത് 4 മുറിക്കണോ 8 മുറിക്കണോ അതൊക്കെ നമ്മൾ എടുക്കുന്ന പച്ചക്കയുടെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരുത്തുക. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിപ്പമുള്ള പീസ് ആവരുത്, അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഞാൻ ഈ 2 അറ്റവും ഇപ്പുറത്തെ സൈഡും കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നീളത്തിൽ ഒരു പീസിനെ 3 കട്ട് ചെയ്തു. പച്ചക്കയ്ക്ക് കുറച്ച് വലിപ്പം കൂടുതലുള്ളതുകൊണ്ടാണ് 3 കട്ട് ചെയ്തത്. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ, വളരെ ചെറിയ തിക്നെസ്സേ ഉള്ളൂ, അധികം തിക്കായിട്ടില്ല. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ പച്ചക്കയുടെ കളർ മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പച്ചക്ക മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ പച്ചക്ക നമ്മൾ എല്ലാം മുറിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയിലാണ് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ പച്ചക്ക മുറിച്ചിട്ട് കഴുകിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ പച്ചക്കയുടെ കറ മുഴുവനായിട്ട് പോയി കിട്ടും. ഇന്നിപ്പോൾ മൺചട്ടി ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കാണിച്ചു തരുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി
കഴുകിയെടുക്കുക. അപ്പോൾ പച്ചക്കയുടെ കറ പോവും. ഇതുപോലെ ഒരു പ്രാവശ്യമല്ല, ഒരു 2-3 പ്രാവശ്യം. ആദ്യം നമ്മൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകുക, പിന്നീട് പ്ലെയിൻ വാട്ടറിൽ 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മളിനി മെഴുക്കുവരട്ടി ആക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് കഴുകിയെടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താലേ ഈ നാടൻ മെഴുക്കുവരട്ടികൾക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നാടൻ കറികളെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ചിരിക്കുന്നത് സ്റ്റൗവിൽ ഏറ്റവും ചെറിയ ബർണറിലാണ്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചയ്ക്ക് കുക്കാവില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതുകൊണ്ട് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് വറ്റൽമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം. ഞങ്ങളിവിടെ വറ്റൽമുളക് ചേർക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാണ്. ഈ ഉള്ളിയുടെ കൂടെ തന്നെ കറിവേപ്പില, അപ്പോൾ ഉള്ളി ചതച്ച് ചേർക്കുന്നതാണ് മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളി മുറിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. പച്ചയ്ക്ക് ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഫ്ലെയിം കുറച്ച് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊന്ന് മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ 2 പച്ചയ്ക്കൊക്കെയായിട്ട് എടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. എന്താണെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡറിന് കളറേ ഉണ്ടാവുള്ളൂ, എരിവുണ്ടാവില്ല. അതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. ഇനിയിപ്പോൾ നമ്മുടെ ഈ പൊടികളുടെ ആ റോ സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പച്ചയ്ക്ക് ഞാൻ കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ കളർ വീണ്ടും മാറിക്കൊണ്ടിരിക്കും പച്ചക്കയുടെ. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കണം എന്നുള്ള ആളുകൾക്ക് ഉള്ളി ചതച്ച് വഴറ്റുമ്പോൾ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ മെഴുക്കുവരട്ടിയിലൊന്നും വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പോൾ മുളക് പൊടി ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പച്ചയ്ക്ക വെള്ളം മാറ്റിയിട്ട്, അതായത് ഇതുപോലെ ഒന്ന് പിടിക്കുക, ഒന്ന് വെള്ളം പോകുന്നത് വരെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോവും. അപ്പോൾ പച്ചയ്ക്ക നമ്മുടെ വഴറ്റിയ ഉള്ളിലേക്ക് ചേർക്കാം. അപ്പോൾ പച്ചയ്ക്ക കുഴഞ്ഞിരിക്കണം. പച്ചയ്ക്ക മെഴുക്കുവരട്ടിയെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് തന്നെ കുക്ക് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല കുക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. പച്ചയ്ക്ക ഒന്ന് കുക്കായി വരുമ്പോഴേ നമ്മൾ ഉപ്പ് ചേർക്കുള്ളൂ. ഇനിയിപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണ്. നമ്മുടെ ആ ഉള്ളിയും മുളകും മഞ്ഞളും എല്ലാം പച്ചക്കയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായി വരണം. വളരെ ഈസി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം, ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. മുറിക്കുന്ന കഷ്ണങ്ങൾക്ക് തിക്നെസ് കൂടി പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ കുക്കാവാൻ സമയം എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്ക് പച്ചയ്ക്ക 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ പച്ചയ്ക്ക അടച്ചു വെച്ചിട്ട് ഇത് കണ്ടോ, ആ ലിഡിലൊക്കെ ആവി വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ ചില ആളുകൾ പച്ചക്കയുടെ തൊലി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഈ സെയിം മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇവിടെ തൊലി മാറ്റാറില്ല, അതുകൊണ്ടാണ് ഞാൻ തൊലി മാറ്റുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വയ്ക്കുക. ഒരു ഹാഫ് കുക്കാവുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചയ്ക്ക അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റായി. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. പച്ചയ്ക്ക ഹാഫ് കുക്കായി കഴിഞ്ഞു. ഞാൻ ഇനി ഉപ്പ് ചേർക്കാൻ പോവാണ്. ഞാനിങ്ങനെ ഉപ്പ് ചേർക്കുമ്പോൾ എല്ലാവരും പേടിക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് കമൻസ് വരാറുണ്ട് ഉപ്പ് കുറച്ച് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ട്.
പക്ഷെ എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്നത് ലോ BP ആണ്, ഉപ്പ് കൂടുതൽ കഴിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് കൂടുതൽ ചേർക്കുന്നത്. പക്ഷെ കൂടുതലല്ല, ആവശ്യത്തിന് ചേർക്കുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുന്ന ചോറിലും, ഇപ്പോൾ കഞ്ഞിയാണ് കഴിക്കുന്നതെങ്കിൽ കഞ്ഞി അല്ലെങ്കിൽ കറികളിലേക്ക് ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ കഴിക്കുക. അതുകൊണ്ട് ഉപ്പ് കണ്ടിട്ട് പേടിക്കണ്ട, കാണുമ്പോൾ കൂടുതലായിട്ട് തോന്നുന്നേ ഉള്ളൂ. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പച്ചയ്ക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വരണോ, നന്നായിട്ട് ഡ്രൈ ആവണോ, എങ്ങനെ വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. എനിക്ക് പച്ചയ്ക്ക് കുറച്ച് നന്നായിട്ട് കുക്കാവുന്നതാണ് ഇഷ്ടം. ചില ആളുകൾക്ക് അത്രയും കുക്കാവുന്നത് ഇഷ്ടമായിരിക്കില്ല. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതുകൊണ്ടാണ് ഇതുപോലെ ഒരു കളറായി വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ പച്ചയ്ക്ക രണ്ടായിട്ട് മുറിഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെയാണ് പച്ചയ്ക്കയുടെ കുക്കിംഗ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എത്രത്തോളം മൊരിയണം എന്നുള്ളതനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പ് നന്നായിട്ട് പിടിച്ചു വരണം പച്ചയ്ക്കയിലേക്ക്. അതിനുള്ള ഒരു 3-4 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 4 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പച്ചയ്ക്ക കുക്കായി കിട്ടും. അപ്പോൾ വീണ്ടും അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ പച്ചയ്ക്ക കുക്കായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പച്ചയ്ക്ക മെഴുക്ക് പുരട്ടി. ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിലാണെങ്കിലും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി മൊരിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് മൊരിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പച്ചയ്ക്ക മെഴുക്കുരുട്ടി ഞാൻ ബൗളിലേക്ക് മാറ്റിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കറി എടുത്ത് ബൗളിലേക്ക് മാറ്റി വയ്ക്കാമല്ലോ, മുഴുവനും ഇപ്പോൾ തന്നെ മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബൗളിലേക്കൊന്നും മാറ്റിയില്ല. അപ്പോൾ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കുരുട്ടിയാണ്. കുറച്ച് തൈരും അല്ലെങ്കിൽ ഒരു ഒഴിച്ചേറി പുളിശ്ശേരി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മെഴുക്കുരുട്ടി. പിന്നെ അച്ചാറോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു പച്ചയ്ക്ക മെഴുക്കുരുട്ടി ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കും, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് എന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഉള്ള ആ ചെറിയ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.